സോ ഹേ ഗൈസ് വെൽക്കം ബാക്ക് ടു ജൽഗോൾ വിമനൈസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മുടെ ഗ്യാങ് ആയിട്ടുള്ള സംഹാര കാർട്ടൽസിലുള്ള നമ്മുടെ എൻസോ, അതായത് എൻ്റെ ഫ്രണ്ടായിട്ടുള്ള എൻസോയുടെ വണ്ടിയുടെ റിവീലിംഗ് ആണ് വരുന്നത്. അപ്പോൾ നോക്കുവാണെങ്കിൽ ഞാനുണ്ട്, പിന്നെ ബിലാലും ഉണ്ട്, നമ്മുടെ SMC ബിലാലുണ്ട്. ബിലാൽ വന്നിട്ടുള്ള ഒരു സ്കൈലൈനാണ്. അതാരാ പോകുന്നത്? നമ്മുടെ സോറോ ആണ്. സോറോ ഒരു M5 വന്നിട്ടുള്ളത്. സോറോ വന്നപ്പോൾ തന്നെ നമ്മുടെ ബിലാലിൻ്റെ വണ്ടിയിലൊക്കെ തന്നെ ഇടിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം സോറോ വന്നിട്ടുള്ള ഒരു കിടിലം M5. അപ്പം നമ്മുടെ എൻസോയുടെ വണ്ടിയുടെ റിവീലിംഗ് ആണ് ചെയ്യുന്നത്. അപ്പം എൻസോയുടെ വണ്ടി എങ്ങനെ ഉണ്ടെന്നൊക്കെ തന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ എൻസോ ആണെങ്കിൽ ചെറിയായിട്ടൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം കാറിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആരെങ്കിലും ചെയ്യണമെന്നറിഞ്ഞാൽ ചെയ്യാൻ കൊടുക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻസോയെ കോൺടാക്ട് ചെയ്താൽ മതി. ഇൻസ്റ്റയിൽ ഞാൻ വേണമെങ്കിൽ ഇൻസ്റ്റയുടെ ലിങ്ക് കൊടുത്തേക്കാം. അപ്പം എൻസോയുടെ വണ്ടിയുടെ റിവീലിംഗ് ആണ് വരുമ്പോൾ. ഇന്ന് നമ്മുടെ കുറച്ച് പേരൊന്നും ഇല്ല ഗൈസ്, നമ്മുടെ സംഹാര കാർട്ടൽസിലുള്ളത്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഹൈമോന്, ഫാംബ്രോ, അങ്ങനത്തെ കുറച്ച് പേരൊന്നും ഇല്ല. എന്തായാലും നമ്മളുള്ള ആൾക്കാരെയൊക്കെ വിളിച്ച് എളുപ്പം തന്നെ വിളിച്ച് നമ്മുടെ എൻജോയുടെ വണ്ടിയുടെ റിവീലിംഗ് ഉണ്ടെന്ന് പറഞ്ഞ് എല്ലാവരെയും അപ്പം തന്നെ വിളിച്ചിട്ടുണ്ട്. അപ്പം നമുക്കിന്ന് നമ്മുടെ എൻജോയുടെ വണ്ടിയുടെ റിവീലിംഗ് ആണ് ഉള്ളത്. അപ്പോൾ ഇനി നമുക്ക് റിവീലിംഗ് ടൈമിലോട്ട് കാണാം ഗൈസ്. അപ്പോൾ ഇപ്പം തന്നെ നമ്മുടെ എൻസോയുടെ വണ്ടിയൊക്കെ തന്നെ റിവീൽ ചെയ്യുന്നതായിരിക്കും. നമ്മുടെ ബിലാൽ മാത്രം ഇവിടെ എത്തിയിട്ടില്ല. ബിലാൽ അങ്ങോട്ടെങ്ങാണ്ട് കൂടെ അതാരാണ്? നമ്മുടെ ബിലാലാണ്. ബിലാൽ ഡ്രിഫ്റ്റൊക്കെ ചെയ്താണ് വന്നിട്ടുള്ളത്. ഓക്കെ, ബിലാൽ വന്നു, അപ്പം തന്നെ വണ്ടിയിൽ നിന്ന് ചാടി ഇറങ്ങി ഗൈസ് നമ്മളെ എൻസോയുടെ വണ്ടി കാണാൻ. ഇത് സത്യം പറഞ്ഞാൽ ഒരു കൊച്ചു വീഡിയോ ആണ്, അതിനെ ഒരു ക്ഷമ പറയുന്നത്. കാരണം പെട്ടെന്ന് എൻസോ എൻ്റെ അടുത്ത് പറഞ്ഞു ഒരു കാർ റിവീൽ ചാനലി വീഡിയോയുടെ ഒരു കാർ റിവീലിങ്ങിനുണ്ട്, വരുന്നോന്നൊക്കെ ചോദിച്ചു. അങ്ങനെ ഞാൻ പറഞ്ഞു ഞാനുണ്ടെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വന്നതാണ് ഗൈസ്. ഇതൊക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പം തന്നെ നമ്മുടെ എൻസോയുടെ വണ്ടി ഇറങ്ങി വരുന്നതായിരിക്കും. നമുക്ക് വലുതായിട്ട് അങ്ങനെ വിഷ്വൽസ് കിട്ടിയിട്ടില്ല, പക്ഷെ കിട്ടുന്ന വിഷ്വൽസും കൊണ്ട് നമ്മളൊരു വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പം വലിയ ലെങ്ത് ഒന്നും കാണത്തില്ല. ഇപ്പം തന്നെ നമ്മുടെ എൻസോയുടെ വണ്ടി ഇറങ്ങി വരുന്നതായിരിക്കും. വണ്ടി എങ്ങനെയുണ്ടെന്ന് കൂടി നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യേണ്ടതാണ്. ദേണ്ട നമ്മുടെ എൻസോയുടെ വണ്ടി ഇറങ്ങി വരുന്നുണ്ട്. ദേണ്ട നമുക്ക് കാണാം. പെട്ടെന്ന് എനിക്ക് വെറുതായിട്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല. അതേ നമ്മുടെ എൻസോ ആണെങ്കിൽ ഒരു വണ്ടി ഷിൻജാൻ്റെ മോഡലൊരു രീതിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. എൻ്റെ അടുത്ത് പെട്ടെന്ന് എൻസോ വന്നിട്ട് ചോദിച്ച് ഒരു കാർട്ടൂണിൻ്റെ പേര് പറയാൻ, എനിക്കൊരു വണ്ടിയിൽ അടിക്കാനാന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ ഷിൻജാൻ്റെ പേരിങ്ങനെ പറഞ്ഞു ഗൈസ്. പക്ഷേ ഞാൻ വിചാരിച്ചു എൻസോ ഇത്രയും പെട്ടെന്ന് അടിച്ചുകൊണ്ട് വരുമെന്ന്. അതുപോലെ നമ്മുടെ എൻസോ ആണെങ്കിൽ ഫ്ലൈങ് സ്ക്വാഡിലൊക്കെ വർക്ക് പെട്ടെന്നാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഗൈസ് എൻസോ എന്ന് കോൺടാക്ട് ചെയ്താൽ മതിയാണ്ട്. ഇതാണ് വണ്ടി, എങ്ങനെ ഉണ്ടെന്നൊക്കെ തന്നെ പറയുക ഗൈസ്. ഇനി നമുക്ക് വണ്ടി ഉണ്ടല്ലോ ഗൈസ്, ഇനി നമുക്കൊന്ന് ടെക്സ്റ്റ് ഡ്രൈവ് ചെയ്യാം. അപ്പോൾ നമുക്ക് ടെക്സ്റ്റ് ഡ്രൈവ് ചെയ്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയാം. പൈസ അങ്ങനെ നമ്മുടെ എൻസോയുടെ വണ്ടി എടുത്തിട്ടുണ്ട്. വേണ്ട ഷിൻജാൻ രീതിയിലുള്ളൊരു സ്റ്റിക്കറാണ് അടിച്ചേക്കുന്നത്. നമുക്കൊന്ന് ടെക്സ്റ്റ് ഡ്രൈവ് ചെയ്തിട്ട് വരാം ഗൈസ്. എളുപ്പം ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ട് ഇങ്ങനെ വരാം. നമുക്ക് ചുമ്മാ അവിടെ ഒന്ന് റൗണ്ട് അടിക്കാം ഗൈസ്. വണ്ടി നോക്കുവാണെങ്കിൽ നല്ല സ്പീഡിലൊക്കെ തന്നെ കയറുന്നുണ്ട്. നമ്മളപ്പം തന്നെ ഡ്രിഫ്റ്റൊക്കെ അടിച്ചിട്ടുണ്ട് ഗൈസ്. എൻസോ ഒന്ന് പേടിച്ച് പോയി ഗൈസ്. എൻ്റെ അടുത്ത് പറഞ്ഞ് അവിടെ ഇപ്പം ഇറക്കിയിട്ടേ ഉള്ളൂ, നീ ഇപ്പോഴേ നശിപ്പിക്കരുത്, ഇനി എനിക്ക് വയ്യ വർക്ക്ഷോപ്പിൽ കയറ്റാനെന്നൊക്കെ എൻസോ നമ്മുടെ അടുത്ത് പറഞ്ഞു. എന്തായാലും കുഴപ്പമില്ല ഗൈസ്, ഇടിച്ചാലും നമ്മൾ തന്നെ ശരിയാക്കി കൊടുക്കുന്നതായിരിക്കും. അപ്പം നമുക്ക് ഇവിടെ ഒന്ന് ടെക്സ്റ്റ് ഡ്രൈവ് ചെയ്യണം, പിന്നെ ഡ്രിഫ്റ്റൊക്കെ അടിക്കണം ഗൈസ്. പുതിയ ഏതൊരു വണ്ടി വന്നാലും നമുക്ക് ഡ്രിഫ്റ്റ് അടിക്കേണ്ടതാണ്, അതാണ് അതിൻ്റെ ഒരു രീതി. അപ്പം നോക്കുവാണെങ്കിൽ വണ്ടി അത്യാവശ്യം നല്ല സ്പീഡിലൊക്കെ തന്നെ കയറുന്നുണ്ട്. ഇനി നമുക്ക് ഡ്രിഫ്റ്റ് മോഡിലോട്ട് ഇട്ട് നോക്കാം, എന്നിട്ട് എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് പറഞ്ഞു നോക്കാം. ഇവിടെ സത്യം പറഞ്ഞാൽ ഞാൻ എയർപോർട്ടിൽ ചെന്നിട്ടാണ് കൂടുതലും ഡ്രിഫ്റ്റിംഗ് മോഡ് ഇടാറുള്ളത്. പക്ഷേ നമുക്കിപ്പോൾ ഇവിടുന്ന് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇവിടുന്ന് നമ്മൾ ഡ്രിഫ്റ്റ് ചെയ്യുന്നില്ല, കാരണം ഇവിടെ മരവും സംഭവമൊക്കെ ഉണ്ട്. ഇവിടുന്ന് ഡ്രിഫ്റ്റ് ചെയ്താൽ വണ്ടി എവിടെയെങ്കിലും പോയി അപ്പോൾ തന്നെ അയ്യോ ഇടിച്ച് ഗൈസ്, വണ്ടി ഒന്ന് പോയി ഇടിച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഓൾ വീൽ ഡ്രൈവിലോട്ട് ഇട്ടിട്ട് ആ റോഡിൽ കയറിയിട്ട് ഡ്രിഫ്റ്റിംഗ് മോഡ് ഇടാം, എന്നിട്ട് നമുക്കൊന്ന് ഡ്രിഫ്റ്റ് അടിച്ച് നോക്കാം. ഓക്കെ, നമ്മളങ്ങനെ ഡ്രിഫ്റ്റ് അടിക്കുന്നുണ്ട്. വണ്ടി കുഴപ്പമൊന്നുമില്ല, നല്ല രീതിക്കൊക്കെ തന്നെ ഡ്രിഫ്റ്റൊക്കെ അടിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ് ചെയ്യണം. ഞാൻ പറഞ്ഞായിരുന്നു വലിയൊരു വീഡിയോ ഒന്നുമില്ല, കാരണം എളുപ്പം എൻസോ വന്നു, ഒരു കാർ റിവീലിംഗ് ഉണ്ടെന്ന് പറഞ്ഞു, നമ്മളും ഇപ്പോൾ തന്നെ വന്നു. വലുതായിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ CPM വീഡിയോയ്ക്കൊക്കെ തന്നെ നല്ല സപ്പോർട്ട് നിങ്ങൾ തരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സപ്പോർട്ട് ഇനിയും ഞാൻ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. അതൊരു ബൈ.